ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് എന്ന സംഭവമാണ്. എന്താണ് ഡാറ്റ ടൈപ്പ് എന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡാറ്റ ടൈപ്സ്. ഈ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നമ്മൾ പ്രോഗ്രാം എഴുതിയ സമയത്ത് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഈ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് കൈൻഡ് ഓഫ് ഡാറ്റയാണ് നമ്മൾ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ആ കൈൻഡ് ഓഫ് ഡാറ്റയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ C++ൽ ഇത്രയും ഡാറ്റ ടൈപ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ C ലാംഗ്വേജിലാണെങ്കിൽ ഇത്രത്തോളം ഇല്ല. C++ലാണ് ഇത്രയും ഡാറ്റ ടൈപ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻറ്റീജർ, റിയൽ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ്, ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, സ്ട്രിങ്, ബൂളിയൻ, എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ്, പിന്നെ വോയിഡ്. ഇത്രയും ഡാറ്റ ടൈപ്സ് ആണുള്ളത്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഇൻറ്റീജർ. ഈ ഇൻറ്റീജേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 0, 1, 2, 3, 4, 5, 6 അങ്ങനത്തെ ഹോൾ നമ്പേഴ്സിനെയാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് നമ്പേഴ്സും വരാം, നെഗറ്റീവ് നമ്പേഴ്സും വരാം. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഇൻറ്റീജർ നമ്പേഴ്സിന് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് എന്ന് പറയും. നമ്മളൊരു വേരിയബിളിൽ ഇങ്ങനത്തെ ഇൻറ്റീജർ നമ്പേഴ്സാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ ആ വേരിയബിൾ ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലായിരിക്കണം നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. ആ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡാണ് ഈ ഇൻറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റ് എന്ന് എഴുതിയാണ് നമ്മൾ വേരിയബിളിൻ്റെ പേര് നമ്മൾ എഴുതുന്നത്. അപ്പം അതിൽ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇൻറ്റീജേഴ്സിന് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നു. അതേസമയം ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസിന്, അതായത് ഫ്രാക്ഷണൽ ആയിട്ടുള്ള നമ്പേഴ്സിനാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ അങ്ങനത്തെ നമ്പേഴ്സിന് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റിയൽ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് അടുത്ത ഡാറ്റ ടൈപ്പ്. ആ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടത് എങ്കിൽ ഫ്ലോട്ട് എന്ന കീവേഡാണ് ഉപയോഗിക്കുന്നത്. ഇൻറ്റിന് പകരം ഫ്ലോട്ട് എന്ന കീവേഡ് ഉപയോഗിച്ചായിരിക്കും ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഈ ഡബിളും അതുപോലെ തന്നെ ഫ്രാക്ഷണൽ ഫോമിലുള്ള വാല്യൂസ്, അതായത് ഡെസിമൽ പോയിന്റ്സ് ഉള്ള വാല്യൂസിനെ, നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ഡബിൾ എന്ന ഡാറ്റ ടൈപ്പും പറയുന്നത്. ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്നൊക്കെ പറയും. ഈ ഡബിളും ഈ ഫ്ലോട്ടും ഈ ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആണെങ്കിൽ ഡബിൾ എന്ന കീവേഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഫ്ലോട്ടിന് പകരം ഡബിൾ എന്ന് എഴുതും. ഈ ഡബിളും ഫ്ലോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ എത്ര ഡെസിമൽ പോയിന്റ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും, അതാണ് ബേസിക്കലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അപ് ടു 7 ഡെസിമൽ പ്ലേസസ്, അപ് ടു 7 ഡെസിമൽ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതിൽ കാണിച്ചിരിക്കും പോലെ 0.1, 2, 3, 4, 5, 6, 7, അതായത് അപ് ടു 7 ഡെസിമൽ ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ. ഡബിൾ എന്നാണെങ്കിൽ അപ് ടു 15, ഈ ഫ്ലോട്ടിൻ്റെ ഡബിൾ സൈസ്, അതാണ് ഡബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡബിൾ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ അപ് ടു 15 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിന് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം വളരെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സൊന്നും സാധാരണ നമ്മൾ യൂസ് ചെയ്യാറില്ല. എന്നാലും ഇങ്ങനെ ഡാറ്റ ടൈപ്പ് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡബിൾ എന്ന പേരിലാണ് ഈ ഒരു ഡാറ്റ ടൈപ്പ് വരുന്നത്. അതായത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. തിയറട്ടിക്കലി പറയുന്നത് അപ് ടു 15 ഡെസിമൽ ഡിജിറ്റ്സ് വരെ ഉള്ള നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡബിൾ എന്ന ഡാറ്റ ടൈപ്പിലായിരിക്കണം നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ എപ്പോഴും ഫ്ലോട്ടാണ് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലുള്ള നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനും ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ആയിരുന്നാലും കുഴപ്പമില്ല. ഈ ഡബിളിൽ നിർബന്ധമായും മോർ ദാൻ 7 ഡിജിറ്റ്സ് ഉള്ള വാല്യൂസ് തന്നെ, മോർ ദാൻ 7 ഡെസിമൽ പ്ലേസസ് ഉള്ള വാല്യൂസ് തന്നെ സ്റ്റോർ ചെയ്യണം എന്ന് നിയമമൊന്നുമില്ല. ഡബിൾ ആയിരുന്നാലും മേ ബി 1 or 2 ഡെസിമൽ ഡിജിറ്റ്സ് ഉള്ള വാല്യൂസും സ്റ്റോർ ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. ചില ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ എല്ലാ വേരിയബിൾസും, ഈ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള എല്ലാ വേരിയബിൾസും ഡബിൾ എന്ന ഡാറ്റ ടൈപ്പിലായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ പോകുന്നില്ല. നമ്മൾ സാധാരണ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലായിരിക്കും മിക്കവാറും ഡിക്ലെയർ ചെയ്യുന്നതല്ല വേരിയബിൾസ് എല്ലാം. അപ്പോൾ ഫ്ലോട്ട് ആണെങ്കിൽ അപ് ടു 7 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. ഡബിൾ ആണെങ്കിൽ അപ് ടു 15 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ. പിന്നെ ഉള്ളതാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ്, BF ആൻഡ് അങ്ങനത്തെ ആൽഫബറ്റ്സ്, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആവാം, സ്മോൾ ലെറ്റേഴ്സ് ആവാം, പിന്നെ സ്പെഷ്യൽ സിമ്പിൾസ്, അണ്ടർസ്കോർ, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ്, ഈവൻ സ്പേസ്,
അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് ഈ ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഈ ക്യാരക്ടർ എന്ന ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കേണ്ട ആ കീവേഡാണ് ചാർ, CHAR. അപ്പം അത് അടുത്ത ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ആ വേരിയബിളിൽ ഒരു ക്യാരക്ടർ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു ക്യാരക്ടർ മാത്രമേ നമുക്ക് ക്യാരക്ടർ വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പ് ആക്ച്വലി C ലാംഗ്വേജിലില്ല, C++ന് മാത്രമേ ഉള്ളൂ. C ലാംഗ്വേജിലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ക്യാരക്ടർ അറേ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെയും ക്യാരക്ടർ അറേ ഒക്കെ പഠിക്കും. എന്തായാലും പക്ഷേ C++ലാണെങ്കിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഡാറ്റ ടൈപ്പ് തന്നെയുണ്ട്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്നാണ് സ്ട്രിങ് എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ. അപ്പോൾ അതായത് സാധാരണയുള്ള വാക്കുകൾ, വേർഡ്സ്, അതിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഈ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ഇവിടെ ഇപ്പം മങ്കി എന്ന് പറഞ്ഞാൽ ഇത്രയും ക്യാരക്ടേഴ്സിൻ്റെ, ഇത്രയും ആൽഫബറ്റ്സിൻ്റെ ഒരു കമ്പൈൻഡ് ഫോമാണ്. അപ്പോൾ അതാണ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ്, മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനെ സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പം സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് സ്ട്രിങ് എന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം സിംഗിൾ വേർഡ് തന്നെ ആവണമെന്നില്ല, മൾട്ടിപ്പിൾ വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്പേസ് വെച്ചാണ് ഓരോ വേർഡ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ വേർഡ്സിനെ നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഹൈ, ഐ ആം ഫൈൻ എന്നുള്ളത് ഒരു 1, 2, 3, 4 വേർഡ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഇതും നമുക്ക് സ്ട്രിങ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ വേർഡ്സ് വരെ ഒരു സ്ട്രിങ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഡാറ്റ ടൈപ്പിനെ സ്ട്രിങ് എന്ന് പറയും. പിന്നെ ഉള്ളതാണ് ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. ഇത് പുതിയ ഒരു ഡാറ്റ ടൈപ്പാണ് C++ലുള്ളത്. ഈ ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് അതിൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന കീവേഡ് എന്ന് പറഞ്ഞാൽ ബൂൾ എന്നാണ്, BOOL. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ 2 വാല്യൂസേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0. ഈ 2 വാല്യൂസേ ബൂൾ എന്ന ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒന്ന് 1 അല്ലെങ്കിൽ 0. ഈ 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രൂവിനെയാണ്, 0 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫാൾസിനെയാണ്. അതായത് ട്രൂ ഓർ ഫാൾസ് ഈ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഈ ട്രൂ ഓർ ഫാൾസ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ബൂൾ എന്ന് പറയുന്നത്. അതിൽ വേറെ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. 1 റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രൂവിനെയും 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫാൾസിനെയായിരിക്കും. അപ്പോൾ ആ ഡാറ്റ ടൈപ്പിനെ ബൂൾ അല്ലെങ്കിൽ ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയും. പിന്നെ ഉള്ളത് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ്. അതിൻ്റെ കീവേഡ് യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറഞ്ഞാൽ ENUM എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. ഈ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് നമ്മുടെ സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 1-2 വീഡിയോസ് കഴിഞ്ഞിട്ട് പഠിക്കും. കാരണം ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഞാനിപ്പം സിമ്പിളായിട്ട് പറയാം. എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, യൂസർ തന്നെ ഡിഫൈൻ ചെയ്യുന്ന, യൂസർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ്. ആ ഡാറ്റ ടൈപ്പിൽ എന്തൊക്കെ ആ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൻ്റെ അകത്ത് എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നും യൂസർ തന്നെയാണ് തീരുമാനിക്കുന്നത്. യൂസറിനിപ്പം വേണമെങ്കിൽ നമ്മൾ ആൽഫബറ്റ്സിലുള്ള ഏതെങ്കിലും കുറച്ച് ആൽഫബറ്റ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കൂ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് വേർഡ്സ്, ഒരു 5 വേർഡ്സ്, ആ 5 വേർഡ്സ് മാത്രമേ ആ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലെല്ലാം ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ്. അങ്ങനത്തെ ഡാറ്റ ടൈപ്പിനെയാണ് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പഠിക്കും. ഈ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് മാത്രമായിട്ട് ഒരു 4 മാർക്സിനൊക്കെ ചിലപ്പം ചോദിച്ചെന്നിരിക്കുക. പിന്നെ ഉള്ളത് വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. ഈ വോയിഡ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ മീനിങ് പോലെ തന്നെ എംപ്റ്റി, അതായത് ഡാറ്റ ഒന്നും ഇല്ല എന്ന ഒരു കൺസെപ്റ്റാണ് ഈ വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനുള്ളത്. ഈ വോയിഡ് എന്ന ഡാറ്റ ടൈപ്പിൻ്റെ കീവേഡ് വോയിഡ് എന്നാണ്. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ വോയിഡ് എന്ന കീവേഡ് ഉപയോഗിച്ചാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഫംഗ്ഷൻസിലാണ് ഈ വോയിഡ് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഫംഗ്ഷൻസിനെ പറ്റി പഠിക്കുമ്പോഴേ നമ്മൾ വോയിഡ് എന്ന ഡാറ്റ ടൈപ്പൊക്കെ യൂസ് വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ വോയിഡ് എന്താണ് ആക്ച്വൽ മീനിങ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫംഗ്ഷൻസ് എത്തുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡാറ്റ ടൈപ്സ് ആണ് നമ്മുടെ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന ഇൻറ്റ്, ഫ്ലോട്ട്, പിന്നെ ചാർ, സ്ട്രിങ്, ഇങ്ങനത്തെ 3-4 ഡാറ്റ ടൈപ്സിലുള്ള വേരിയബിൾസ് ആയിരിക്കും നമ്മൾ മിക്കവാറും എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ആ ഡാറ്റ ടൈപ്സിൻ്റെ ഓരോ എക്സാമ്പിൾസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. എക്സാമിന് നിങ്ങൾ ഡാറ്റ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 1-2 സാമ്പിൾസും കൂടെ എഴുതി കാണിക്കുക. പിന്നെ
ഞാൻ വേറെ ചെറിയൊരു കാര്യം കൂടെ പറയാം. ഇത് ഡാറ്റ ടൈപ്പിലുള്ളതല്ല, അല്ലാതെ എക്സ്ട്രാ പറയുന്നതാണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഫോമിലുള്ള നമ്പേഴ്സ്. അപ്പോൾ ഈ ഫ്രാക്ഷണൽ ഫോമിലുള്ള നമ്പേഴ്സിനെ എങ്ങനെയൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം, അതിൻ്റെ കറക്റ്റ് രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഫ്രാക്ഷണൽ ഫോമിലുള്ള നമ്പേഴ്സിന് നമുക്ക് 4.5 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 123.0, 0.78, -0.0025, +21.0 എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതേസമയം ഈ രീതിയിലൊന്നും എൻ്റർ ചെയ്യാൻ പാടില്ല. അതായത് 3 പോയിൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യാൻ പാടില്ല. കാരണം അത് 3 പോയിൻ്റ് വന്നിട്ട് അങ്ങനെ വെച്ച് നിർത്താൻ ഒക്കത്തില്ലല്ലോ. കൂടെ ഒരു 3.0 എന്നെങ്കിലും കൊടുക്കണം. അല്ലാതെ 3 പോയിൻ്റ് എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ അത് തെറ്റാണ്. 3 പോയിൻ്റ് എന്ന് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ തെറ്റാണ്. അതേപോലെ തന്നെ 0.01 എന്ന് നമ്മൾ എൻ്റർ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ 0.01 എന്ന് എൻ്റർ ചെയ്യണം, അല്ലാതെ 0.01 എന്ന് എൻ്റർ ചെയ്യാൻ പാടില്ല. പിന്നെ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 2325.9 എന്ന നമ്പറാണ്. അതിനെ 2,325.9 എന്ന് നമ്മൾ എഴുതാൻ പാടില്ല. ഈ കോമയൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ കോമയൊന്നും ഇല്ലാതെയായിരിക്കണം നമ്മൾ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഈ ഫ്രാക്ഷണൽ ഫോമിൽ തെറ്റായ രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന 1-2 എക്സാമ്പിൾസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഫോം. ഈ എക്സ്പോണൻഷ്യൽ ഫോം ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് വരുന്നതാണ്. എക്സ്പോണൻഷ്യൽ ഫോമിൽ നമുക്ക് ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാം, 12e-5 എന്ന് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 12 × 10⁻⁵ എന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ 12e-5 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 12.7e10 എന്ന് നമുക്ക് എഴുതി കൊടുക്കാം, നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 12.7 × 10⁻10. അതിനെയാണ് ഈ 12.7e10 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറയാം. തെറ്റായിട്ടുള്ള രീതിയാണ് ഇവിടെ 45.e4 എന്ന്. ഇവിടെ ഒരു മീനിങ് ഇല്ല. ഇതൊന്ന് 45e4 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവുമായിരുന്നു, അല്ലെങ്കിൽ 45.0e4 എന്ന് പറഞ്ഞാലും കറക്റ്റ് ആവുമായിരുന്നു. 45.e4 എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ രീതിയാണ്. അതുപോലെ തന്നെ ഇവിടെ 4.5e, ഇവിടെ 4.5e മാത്രം പോരാ, അതിൻ്റെ കൂടെ ഒരു വാല്യൂയും കൂടെ കൊടുക്കണം. × 10⁻⁴ എത്രയാണെന്നുള്ളത് കൊടുക്കാനായിട്ട് ഒരു വാല്യൂയും കൂടെ കൊടുക്കണം. അപ്പോൾ 4.5e എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താൻ പാടില്ല, അതൊരു തെറ്റായ ഒരു രീതിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ കറക്റ്റായ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഈ തെറ്റായ രീതിയിലുള്ള ഇങ്ങനെയൊന്നും നമ്മൾ എൻ്റർ ചെയ്യാൻ പാടില്ല. കമ്പ്യൂട്ടർ എറർ കാണിക്കും, കമ്പൈലർ എറർ കാണിക്കും. അപ്പോൾ ഇത് ഫ്ലോട്ട്, ഇതൊരു എക്സ്ട്രാ ടിപ്പായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഡാറ്റ ടൈപ്പിലുള്ള കാര്യമല്ല. അപ്പോൾ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. ബേസിക്കലി 1, 2, 3, 4, 5, 6, 7, 8 ഡാറ്റ ടൈപ്സ്. അങ്ങനെ 8 ഡാറ്റ ടൈപ്സാണ് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ളത്. ഈ ഡാറ്റ ടൈപ്സിൻ്റെ പേര് പഠിക്കുക, അത് ഉപയോഗിക്കേണ്ട വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡ് പഠിക്കുക, പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിളും കൂടെ പഠിക്കുക. ഇതിൽ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമായിട്ടും 4 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, എക്സാമ്പിൾ സഹിതം. അപ്പോൾ ഇതാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന സംഭവം. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. താങ്ക് യു.